മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക് സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് തടയുന്നതിൽ സർക്കാർ പരാജയമാണെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ നടപടി സ്വീകരിക്കണമെന്നും DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. അകമല, ചേപ്പലക്കോട് മേഖലകളിൽ കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തിയ സ്ഥലങ്ങൾ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം സന്ദർശനം നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLA ഫണ്ട് വിനിയോഗിച്ച് നടപ്പാക്കുന്ന സോളാർ വേലി പാഴ്വേലയാണെന്നും തൂക്കുവേലി സ്ഥാപിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അകമല, ചേപ്പലക്കോട്, കുഴിയോട് പ്രദേശങ്ങളിലാണ് കാട്ടാന ശല്യം രൂക്ഷമായിരിക്കുന്നത്. രാത്രികാലങ്ങളിൽ കൃഷിയിടങ്ങളിൽ ഇറങ്ങുന്ന കാട്ടാന വാഴ, തെങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുകയാണ്. കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുവാനുള്ള യാതൊരു നടപടികളും സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട അധികാരികൾക്കോ വനം വകുപ്പിനോ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ മേഖലകളിൽ വഴിവിളക്ക് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ദുരിതബാധിതർക്ക് ആശ്വാസം പകരാൻ DCC സെക്രട്ടറി K. അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾ മേഖലയിൽ സന്ദർശനം നടത്തിയത്. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നത് പ്രതിഷേധാർഹമാണെന്നും സർക്കാർ വിഷയത്തിൽ അലംഭാവം വെടിഞ്ഞ് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു. നിലവിൽ കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങളെ തടയുവാൻ സ്ഥാപിക്കുന്ന സോളാർ വേലി ഉപയോഗിച്ച് ഒരു കാരണവശാലും വന്യമൃഗശല്യം തടയാൻ കഴിയില്ലെന്നും നിലവിൽ കാക്കിനിക്കാട് മേഖലയിലെ സോളാർ വേലി പ്രവർത്തിക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈദ്യുതി വേലി മാറ്റി തൂക്കുവേലി സ്ഥാപിക്കാനുള്ള നടപടിയാണ് MLA സ്വീകരിക്കേണ്ടതെന്നും തൂക്കുവേലിയോടൊപ്പം ആന ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ കുഴിയെടുത്ത് ആനയ്ക്ക് ജനവാസ മേഖലയിലേക്ക് കടക്കാൻ കഴിയാത്ത സംവിധാനം ഒരുക്കണമെന്നും കാട്ടുപന്നി ശല്യം ഉൾപ്പെടെ രൂക്ഷമായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനവാസ മേഖലയിൽ വന്യമൃഗങ്ങൾ ഇറങ്ങാതിരിക്കുവാനുള്ള ഗൗരവമായ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വേണം. വനവിഭവങ്ങളിൽ നിന്ന് 500 കോടി രൂപയിലധികം സർക്കാർ ഖജനാവിലേക്ക് പ്രതിവർഷം എത്തുന്നുണ്ട്. എന്നാൽ വന്യമൃഗങ്ങളുടെ സംരക്ഷണത്തിനും ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ ഇറങ്ങുന്നത് തടയുന്നതിനുമായി 50 കോടി രൂപ പോലും സർക്കാർ വകയിരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവിടെ ഈ പറഞ്ഞ ആനയുടെ ഒരു ആനത്താര എന്ന് വിളിക്കാവുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ആന കാട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയും ഇവിടെ പന മുറിച്ച് തന്നെ അങ്ങോട്ട് വാഴത്തോട്ടത്തിലേക്ക് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാച്ചർമാർ ഇവിടെ രാത്രി ഉണ്ട്. അവരിപ്പോൾ ഇവിടെ ചേർത്തിയാർ പറഞ്ഞത് അവർ പടക്കം പൊട്ടിച്ചപ്പോൾ ആന വന്നതെന്നാണ്. അപ്പോൾ ആനയ്ക്ക് ഒരു സിഗ്നൽ കൊടുക്കുന്ന പോലെയാണ് ഇപ്പോൾ പടക്കം പൊട്ടിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്തെ കർഷകരൊക്കെ തന്നെ. കർഷകർ മാത്രമല്ല, താമസക്കാരായ ആളുകൾ. അതിനുവേണ്ടിയാണ് ഇപ്പോൾ വലിയ ചർച്ചകളൊക്കെ നടത്തി ഇവിടെ വൈദ്യുതി വേലി സ്ഥാപിക്കണം എന്നുള്ള തീരുമാനമെടുത്തത്. ആ വൈദ്യുതി വേലി സ്ഥാപിക്കുന്ന സമയത്ത് സാധാരണ വേലി നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അന്ന് ഞങ്ങൾ MLAയോട് പറഞ്ഞിരുന്നു തൂക്കുവേലിയാണ് വേണ്ടത്. മറ്റുള്ള വേലി ഇപ്പോൾ കാക്കിനിക്കാട് പോലെയുള്ള പ്രദേശങ്ങളിൽ, അതുപോലെ ഈ ഇന്ത്യയുടെ പല ഭാഗത്തും ഉണ്ടാക്കിയ സാധാരണ വേലികളൊക്കെ തന്നെ ആനകൾ മരം തട്ടിയിട്ടിട്ടും അതുപോലെ മറ്റു മാർഗത്തിലും ഒക്കെ ചവിട്ടി പൊളിച്ച് ഇപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഇപ്പോൾ ഉള്ള കാക്കിനിക്കാട് മേഖലയിൽ അത് പ്രവർത്തിക്കുന്നതന്നെയില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ തൂക്കുവേലി തട്ടിയിടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ആനകളെ തടയാൻ കഴിയുമെന്ന് പറഞ്ഞു. അതങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പം എന്താ സ്ഥിതിച്ചാൽ പഴയ രീതിയിൽ തന്നെയാണ്. MLA വാക്ക് പാലിച്ചില്ല. MLA അത് പഴയ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക, 19 ലക്ഷം രൂപ ചിലവാക്കാമെന്നല്ലാതെ ഒരു കാരണവശാലും ഈ വന്യമൃഗ ശല്യം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത് തടയാൻ കഴിയില്ല. അതുകൊണ്ട് തൂക്കുവേലി ഇതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കഴിയുമെങ്കിൽ MLA മുൻകൈ എടുത്തുകൊണ്ട് അത് തൂക്കുവേലിയാക്കി മാറ്റണമെന്നാണ് പറയാനുള്ളത്. മേഖലയിൽ ഇലക്ട്രിക് ലൈൻ വലിക്കാത്തതിനാൽ വഴിവിളക്ക് പോലും ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുകയാണെന്നും MLA ഫണ്ട് ഉപയോഗിച്ച് മേഖലയിൽ വഴിവിളക്ക് സ്ഥാപിക്കുവാനുള്ള അടിയന്തര നടപടി ഉണ്ടാകണമെന്നും ഡിവിഷൻ കൗൺസിലർ ബുഷറ റഷീദ് ആവശ്യപ്പെട്ടു. മിനിഞ്ഞാന്ന് കുഴിയോട് പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇതുപോലെ തന്നെ കൃഷി നാശം സംഭവിച്ചിട്ടുണ്ട്. കൂടുതലായി പറയാനുള്ളത് ചേപ്പലക്കോട് പ്രദേശത്ത് വഴിവിളക്കില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ താമസിക്കുന്ന ആളുകൾ നിരന്തരം ഒരു ബുദ്ധിമുട്ട് നമ്മളെ അറിയിക്കാറുണ്ട്. ലൈൻ വലിക്കാത്തത് കൊണ്ടാണ് പോസ്റ്റ് ഇട്ടിട്ടില്ല ഈ ഒരു വഴിയിൽ. അതുകൊണ്ട് നമുക്ക് ലൈറ്റുകൾ ഇട്ട് കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അടിയന്തരമായി MLA ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ വഴിവിളക്ക് സ്ഥാപിക്കുന്നതിന് വേണ്ട നടപടി നഗരസഭ സ്വീകരിക്കണം എന്നതാണ് എനിക്ക് പറയാനുള്ളത്. DCC സെക്രട്ടറി PJ രാജു, വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു ഇസ്മായിൽ,
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി ശശി മംഗലം തുടങ്ങിയ നേതാക്കളും നഷ്ടം വരുത്തിയ പ്രദേശങ്ങൾ സന്ദർശിച്ച സംഘത്തിലുണ്ടായിരുന്നു. VCV ന്യൂസ്, അകമല. You are watching VCV News.